നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിന്ന് നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലെ രക്തരൂഷിതമായ കൂട്ടത്തല്ലുകളുടെയും ആക്രമണങ്ങളുടെയും വാർത്തകൾക്ക് വിരാമമില്ല. അധ്യാപകരെയും പ്രധാനാധ്യാപകനെയും പ്രിൻസിപ്പാളിനെയും വരെ തല്ലി ചോര വരുത്തുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിൻ്റെ അടിമകളാവുകയും ചെയ്യുന്ന കുട്ടികളിരിക്കുന്ന ക്ലാസ് മുറികളിൽ ഏത് പാഠമാണ് ഇക്കാലത്ത് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുക? സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥിനികളുള്ള പാഠാലയങ്ങൾ ഒരു ഭാഗത്ത്. ലോകത്തെ ഏത് ക്ലാസ്സിലെയും പാഠങ്ങളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഗൂഗിളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന തലമുറയുടെ മുന്നിൽ അധ്യാപകർക്കും ക്ലാസ് മുറികൾക്കും ഇനി എന്താണ് പ്രസക്തി? ഇനി മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെടാത്ത നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ അവരിൽ ഭൂരിപക്ഷവും അമേരിക്കയെ, കാനഡയെ, യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രം സ്വപ്നം കണ്ട് അതുമാത്രം ലക്ഷ്യം വെച്ചുള്ള പഠനം നടത്തുന്നവരായിട്ട് മാറുകയും ചെയ്യുന്നു. മറുഭാഗത്ത് വിവരമില്ലാത്ത ചില അധ്യാപകരും വിവരമില്ലായ്മ ലക്ഷണമായി കൊണ്ട് നടക്കുന്ന ചില PhD-കാരും കറങ്ങി നടക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് ദയവ് ചെയ്ത് സ്വന്തം കവിതകൾ ഒഴിവാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയുള്ള എഴുത്തുകാർ. ഗുരുതരമായ ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും വിദ്യാർത്ഥികളെയും എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും? ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ കൈകളിൽ ഈ പുസ്തകം എത്തിയിരിക്കുന്നത്. കേരള വിദ്യാഭ്യാസം, പരിവർത്തന പാഠങ്ങളും പ്രതിഫലനങ്ങളും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം. വിദ്യാഭ്യാസത്തിൻ്റെ വർത്തമാനവും ഭാവിയും സമഗ്രമായിട്ട് ചർച്ച ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പഠന ഗ്രന്ഥമാണ് ഇത്. അതൊരു കേവല അവകാശവാദം അല്ല, മറിച്ച് ഈ പറയുന്ന അവകാശവാദം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങൾ, പഠനക്കുറിപ്പുകൾ, ആലോചനകൾ, ഭാവിയിലേക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാവണമെന്നുള്ള വിചാരങ്ങൾ എന്നിവയെല്ലാം ഈ പുസ്തകത്തിൽ സമഗ്രമായിട്ട് ആവിഷ്കരിക്കപ്പെടുന്നു. പക്ഷേ ഇത് പ്രധാനമായിട്ടും അധ്യാപകരെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വ്യാകുലത ഉള്ള പൊതുസമൂഹത്തിലെ മറ്റംഗങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളെ അവരുടേതായ ഒരു ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു പുസ്തകത്തിൻ്റെ ആവശ്യകതയും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കേരള വിദ്യാഭ്യാസത്തിൻ്റെ വികസന ഗാഥകൾക്കും സാങ്കേതിക വിദ്യയുടെ മികവുകൾക്കും ഒപ്പം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രാമാന്തര യാഥാർത്ഥ്യങ്ങളിലേക്കും മിഴി തുറക്കുന്ന നിരവധിയായിട്ടുള്ള പ്രബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ പരിവർത്തനങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു ഓർമ്മ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ സമകാലീന വിദ്യാഭ്യാസ പരിസ്ഥിതിയിൽ ഏറെ പ്രസക്തിയുള്ളൊരു പുസ്തകം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം നാടിനെ സ്നേഹിച്ച ഒരു അധ്യാപകൻ്റെ ജീവിത കഥയുമായിട്ട് ചേർത്തും ഈ പുസ്തകം വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ നവീകരണം തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമായിട്ട് ഏറ്റെടുത്ത P. ശിവദാസൻ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരമർപ്പിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട 40ഓളം പേരാണ് വിവിധ വിഷയങ്ങളിൽ ലേഖനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർമാർ 2 പേരാണ്, ഡോക്ടർ V. പരമേശ്വരനും ഡോക്ടർ ബഷീർ P. തിരൂരും. ബഷീർ P. തിരൂർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സന്തോഷം, സ്വാഗതം ഈ നിമിഷങ്ങളിലേക്ക്. ഈ പുസ്തകം എഴുതപ്പെടാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ കേരളത്തിലുള്ള അങ്ങേയറ്റം ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഇത് എഴുതപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനു മുൻപേ തന്നെ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ, ഏത് രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വലിയ ഉയർച്ചകൾ, അത് ഇനിയും എങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള വിചാരങ്ങളുടെയൊക്കെ പുറത്താണ് ഈ പുസ്തകം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തെ ഇത് അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നുമില്ല. എങ്കിലും ഈ ഒരു പുസ്തകത്തിൻ്റെ രൂപവൽക്കരണത്തിലേക്ക് ഇടയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണരെയൊക്കെ ഈ പുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തി അവരുടെ ആശയങ്ങളെ ക്രോഡീകരിക്കാൻ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർമാരിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ബഷീർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? വളരെ സന്തോഷം ശ്രീ MS ദിനേശ്. ഈ ഒരു പുസ്തകത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പരിവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഈ ഒരു അവസരത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. ഈ ഒരു പുസ്തകത്തിൻ്റെ തുടക്കം എന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന ഞങ്ങളുടെ വഴികാട്ടിയുമായിരുന്ന ശിവദാസൻ എന്ന അധ്യാപകൻ്റെ അകാലത്തിലുള്ള മരണം,
അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പുസ്തകമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ ഘട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഒരു ആദരം അർപ്പിക്കാനുള്ള ഏത് മാർഗം എന്നുള്ള നിലയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും ഒരു പുസ്തകത്തെ, കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ശ്രീ ശിവദാസൻ എന്തിനു വേണ്ടിയിട്ടാണോ തൻ്റെ ജീവിതകാലം മുഴുവൻ യത്നിച്ചത്, ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കുക, അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാവട്ടെ എന്ന് തീരുമാനിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം തയ്യാറാക്കാൻ ശ്രമിച്ചു. അത് വൻ വിജയമാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംവാദത്തിന് അവസരം ലഭിച്ചത്. ഇത് കേരളത്തിലെ ഇതിന്റെ ആമുഖത്തിൽ ശ്രീ MS ബനേഷ് സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ എന്നത് 100% കുട്ടികൾ ജയിക്കുന്ന വിദ്യാലയം എന്നതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോൾ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗുരു നിത്യനേതിയുടെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഡോക്ടറെ, നല്ല എഞ്ചിനീയറെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം വേണമോ, നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം വേണമോ എന്നാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ 100% വിജയം എന്നതിൽ നിന്നും ആ വിദ്യാഭ്യാസം പൂർത്തിയായി വരുന്ന കുട്ടികൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത്, അവർ എന്ത് സാമൂഹിക ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്, മറ്റുള്ളവർക്ക് ജീവിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പിന്തുണക്കാനും എന്തെല്ലാം നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നതിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പരിവർത്തിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ പാഠ്യപദ്ധതി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഗ്രന്ഥത്തെ, ഡോക്ടർ പരമേശ്വരൻ എന്ന എൻ്റെ സഹപ്രവർത്തകനും ഞാനും കൂടിയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ആദ്യമായിട്ട് ആലോചിച്ചത് കേരളത്തിലെ ഏത് രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്ന്. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ വിദഗ്ധരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വ്യത്യസ്തമായ രീതികൾ, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഏറ്റവും വിശാലമായി കിടക്കുന്ന പാഠ്യപദ്ധതി ഒരു ഭാഗത്ത്, തുടർന്ന് ഉള്ള അദ്ദേഹത്തെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അധ്യാപന രീതി, അധ്യാപക പരിശീലനം, സുപ്രധാനമായിട്ടുള്ള പരീക്ഷ അഥവാ മൂല്യനിർണ്ണയം. അപ്പൊ ഇത്തരം മേഖലകളെ മുഴുവൻ വിദ്യാലയത്തിൽ ലഭിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, ഇവയെ മൊത്തം കൂട്ടിയിണക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ അപ്രായോഗികമായ ഒരു വിഷയം എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം 2020 രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ തുടർച്ചയായിട്ട് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെട്ടു. അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലും കേരള വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ഫ്രെയിംവർക്ക് കരിക്കുലം ഫ്രെയിംവർക്ക്, 4 കരിക്കുലം ഫ്രെയിംവർക്കുകൾ അതിന്റെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിക്കുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കേരള വിദ്യാഭ്യാസത്തിൽ ഈ പരിവർത്തന പാഠങ്ങളെ അടയാളപ്പെടുത്തുന്നത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു ജനകീയ ദൗത്യമാണ്. 2 പേരോ അല്ലെങ്കിൽ 2 എഴുത്തുകാരോ മാത്രമല്ല, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി അവരുടെ കൂടി സഹായത്തോടു കൂടി, കേവലമായ സഹായമല്ല, അവരുടെ സാമ്പത്തിക സഹായം കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിൽ ആ ടീച്ചറെ സ്നേഹിക്കുന്ന, അധ്യാപകനെ സ്നേഹിക്കുന്ന ഗ്രാമീണരുടെ ഒരു ഗ്രാമീണ ഗ്രന്ഥശാലയുടെ സഹായത്തോടു കൂടി, കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാമീണ ഗ്രന്ഥശാല ഇത്തരം ഒരു റഫറൻസ് ഗ്രന്ഥത്തിന്റെ പ്രസാധനം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇത്തരം ഈ രീതിയിലാണ് വിദ്യാഭ്യാസ പ്രവർത്തകരെ, വിദ്യാഭ്യാസ വിചക്ഷണരെ, വിദഗ്ധരെ സമീപിക്കുകയും അവരിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളെ നേരത്തെ കൊടുത്തുകൊണ്ടുതന്നെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ആ രീതിയിലും, അധ്യാപക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളോട് ആ രീതിയിലൊക്കെ അവരോട് ഏത് മേഖലയാണ് വേണ്ടത് എന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ, ലേഖനങ്ങളും പ്രബന്ധങ്ങളുമാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സമീപിച്ചത്. 2ാം ഭാഗത്തില് ഈ ശിവദാസൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ പ്രവർത്തിച്ച വിവിധ മേഖലകൾ, അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകൾ, കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ വിവിധ തലങ്ങൾ, അതിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളുണ്ട്, ഡയറ്റ് പോലുള്ള സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണവും അതിന്റെ അധ്യാപക പരിശീലനത്തിന്റെ വലിയൊരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല അതില് ജനകീയാസൂത്രണം, വിദ്യാഭ്യാസ വികേന്ദ്രീകരണത്തിന്റെ തലങ്ങളുണ്ട്. വിവിധ പദ്ധതികൾ, DPP, SSK പോലുള്ള വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ
പിന്നെ പ്രീ സ്കൂൾ അധ്യാപക പരിശീലനം പോലുള്ള വളരെ നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യുക, അതുവരെ നമ്മൾ സമീപിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ഇങ്ങനെ 11 വിഷയങ്ങളെ കൂടി സമീപിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായ അധ്യാപകരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും ചേർത്തൊരുക്കിക്കൊണ്ടാണ് രണ്ടാം ഭാഗം തയ്യാറാക്കിയത്. മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു നാട് ആ അധ്യാപകനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൽ നിന്നാണ്. ശിവദാസിന്റെ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു 20ഓളം 20 മാഗസിനുകൾ, 20 ലഘുഗ്രന്ഥങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു പഠനക്കുറിപ്പുകൾ, ഒപ്പം തന്നെ ആ മേഖലയിൽ തന്നെ നാട് ഒരു പാഠപുസ്തകമാകുന്നു. ഒരു ടീച്ചർ എങ്ങനെയാണ് സമൂഹം അടയാളപ്പെടുത്തുന്നത്, ഒരു ടീച്ചർ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അടയാളപ്പെടുത്തുന്നത്, ടീച്ചറെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരെ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ എല്ലാ രീതിയിലും ക്ലാസ് റൂം അനുഭവങ്ങൾ ഉൾപ്പെടെ സമർത്ഥമായി സമാഹരിച്ചുകൊണ്ട് നാട്ടിലിറങ്ങി നാട്ടുകാരോടും വിദ്യാഭ്യാസ പ്രവർത്തകരോടൊക്കെ അന്വേഷിച്ചുകൊണ്ട് അതിലേക്ക് വേണ്ട കാരിക്കച്ചറുകളും ചിത്രങ്ങളും നാടിന്റെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് 400 പേജുള്ള ഈ ഒരു പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ജനകീയ ദൗത്യം എന്ന് വിളിക്കാം. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകം ശില്പശാലകളായിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്, ഇത് നിർമ്മിച്ചെടുത്തത്. അത് നാട്ടിലെ കാരാട് എന്ന ഗ്രാമത്തിൽ വെച്ചിട്ട് അവിടുത്തെ ലൈബ്രറിയിലെ അവരുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്തത് തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ ഈ പുസ്തകത്തിന്റെ മുഴുവൻ കോപ്പികളും ഞങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തകരിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട്, ഈ പുസ്തകത്തിന്റെ തന്നെ ഒരു വിജയമായിട്ട് കാണുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രധാനപ്പെട്ട അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധർ, ഇവർക്കൊക്കെ തന്നെ ഈ കോപ്പികൾ, ഇതിന്റെ പകർപ്പുകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ എല്ലാം കൈകളിലേക്ക് ഈ പുസ്തകത്തിന്റെ പകർപ്പുകൾ എത്തിക്കഴിയുന്നതോടുകൂടി ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ ദൗത്യത്തിന്റെ ഒന്നാമത്തെ കടമ്പ പൂർത്തിയാവുന്നു എന്ന് പറയാം. അതിന്റെ രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത്, എത്തിപ്പെട്ട ഈ പുസ്തകം അവർ വായിക്കുന്നുണ്ടോ ഇല്ലയോ, വായിച്ചതിന് ശേഷം അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ, ഉൾക്കൊണ്ടതിന് ശേഷം അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇല്ലയോ. പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രാഥമികമായിട്ടും വേണ്ടത് കുട്ടികളുമായിട്ടുള്ള പങ്കാളിത്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അഭിസംബോധന ചെയ്യുന്നത് അധ്യാപകരെയാണ്, അധ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ്, വിദ്യാഭ്യാസ പ്രവർത്തകരെയാണ്, മുതിർന്നവരെയാണ്. അതിലൊരു സംശയവുമില്ല. ഈ പുസ്തകത്തിൻ്റെ രൂപകൽപ്പനയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷനുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സംസാരിക്കുന്നത് മുതിർന്നവരുടെ ഭാഷയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നാളത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒന്നാമത്തെ ഖണ്ഡം, അതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പാഠപുസ്തക കമ്മിറ്റിയിലുള്ളവർ ഒക്കെ ഉൾപ്പെടുന്നവരാണ്. ഡോക്ടർ KN ഗണേഷിനെ പോലുള്ളവർ, ഡോക്ടർ അനിൽ KM പോലുള്ളവർ, പ്രൊഫസർ MA ഖാദറിനെ പോലെയുള്ളവർ, പ്രൊഫസർ മോഹൻ B മേനോൻ, OM ശങ്കരൻ, ഡോക്ടർ PG പുരുഷോത്തമൻ, ഇങ്ങനെ ഉള്ള വ്യക്തികളുടെ ലേഖനങ്ങൾ നാളത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതിയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിലൊരു സെമിനാറിൻ്റേതായ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് അവർ എത്രമേൽ ആത്മാർത്ഥമായിട്ട് വിദ്യാഭ്യാസ മേഖലയെ സമീപിച്ചാലും അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പദാവലികളൊക്കെ വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ വായന എന്ന് പറയുന്നത് മുതിർന്നവരുടേതായിട്ട് മാറുന്നു. അപ്പം നാളത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ മൊത്തം ലേഖനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇതിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ബഷീർ P തിരൂരിന് പറയാൻ കഴിയുമോ, എന്താണ് നാളത്തെ വിദ്യാഭ്യാസമാകേണ്ടത് എന്ന് ഇവരുടെ എല്ലാവരുടെയും ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയം എന്താണ്? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ശ്രീ ബനേഷ്. ഈ ഒരു പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഒന്നാം ഭാഗത്തിൽ 17 ലേഖനങ്ങളിലൂടെ ആ ലേഖനങ്ങളിലൂടെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെ ഈ പുസ്തകത്തിൽ ഇത്തരം ദർശനങ്ങളുടെ, ആശയങ്ങളുടെ പ്രയോഗവൽക്കരണം. തീർച്ചയായിട്ടും ഇതിന് തൊട്ടടുത്ത ഘട്ടം എന്ന് സാർ സൂചിപ്പിച്ചത് തന്നെ അത് ഞങ്ങൾ ഉൾക്കൊണ്ട ആശയം തന്നെയാണ്. ഇതിന്റെ തുടർച്ചയായി ഈ പുസ്തകത്തിന്റെ പ്രകാശനം തന്നെ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ C രവീന്ദ്രനാഥ് നിർവഹിക്കുകയാണ്. അദ്ദേഹം 1 മണിക്കൂറാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിച്ചത്.
ഈ കുട്ടികളിലേക്ക് എങ്ങനെയാണ്, കുട്ടികളിലേക്ക്, നാടിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ദർശനങ്ങളുടെ സന്ദേശം എത്തിക്കുക എന്ന് തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള വിഷയം. ക്ലാസ് മുറിയെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പ്രായോഗികതകളാണ് ഈ ലേഖനങ്ങളുടെ പ്രസക്തമായ സന്ദേശം. കെ എൻ ഗണേഷ് ഉൾപ്പെടെയുള്ള ലേഖകർ അവകാശപ്പെടുന്നു അത് തന്നെയാണ്. നമ്മുടെ കുട്ടി പഠിതാവ്, കുട്ടി ഒരു ഭാഗത്ത് ലേണറാണ്, ഒരു ഭാഗത്ത് ചൈൽഡാണ്. ഈ ലേണർ എന്ന് പറയുന്നത് ഈ കുട്ടിയിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ടാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിലെ മാർച്ച് മാസത്തിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കുട്ടിയെ കാണുന്നില്ല, അവിടെ ലേണർ മാത്രമേ കാണുന്നുള്ളൂ. നീ എന്ത് പഠിച്ചോ, നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചോ, പഠിക്കപ്പെടേണ്ട ഒരാളായിട്ട് മാത്രം ഈ കുട്ടിയെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ലേഖനം തന്നെ ഉയർത്തുന്ന അതിന്റെ സന്ദേശം. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ നമ്മുടെ മേഖലകളിൽ ഉണ്ടായിരുന്ന മാറ്റം, ആ മാറ്റം എന്ന് പറയുന്നത് അധ്യാപക രക്ഷാ സമിതികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തുന്നു, അവർ ജനകീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, അതിന്റെ ചാലക ശക്തിയായിട്ട് മാറുന്നു, ഇങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ 25 വർഷത്തിനിടയിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിരീക്ഷിക്കുന്നത് സമൂഹത്തിന്റെ ചില ഘട്ടങ്ങളിലെങ്കിലും ചില അരുതായികകൾക്ക് അധ്യാപക രക്ഷാകർതൃ സമിതികൾ പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഡോക്ടർ കെ എൻ ഗണേഷ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. തീർച്ചയായിട്ടും ഈ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ എത്തേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിലെ മാറ്റങ്ങളെയാണ്. ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച ഒരു രീതി ഇത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രകാശന ദിവസം, അന്നത്തെ ദിവസത്തിന്റെ പ്രകാശനത്തിന്റെ 2 മണിക്കൂർ മുമ്പ് കാരാട് എന്ന ഗ്രാമത്തിൽ വെച്ച് 1000-ഓളം ഗ്രാമവാസികൾ പങ്കെടുത്ത പ്രൊഫസർ എം എ ഖാദർ ഉൾപ്പെടെ, പ്രൊഫസർ വൈ എം ശങ്കരൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവാദത്തോടെയാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്. തീർച്ചയായിട്ടും ആ സംവാദം തന്നെ ഈ പുസ്തകത്തിന്റെ പിന്നിലുള്ള വിദ്യാഭ്യാസ ദൗത്യത്തെയും അടയാളപ്പെടുത്തുന്നതായിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ഒരു സംഭാഷണം, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭാഷണം, ഈ ഒരു പുസ്തകത്തെ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വേളയിൽ ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഇതിന് സമാന്തരമായിട്ട് കേരളത്തിൻ്റെ എത്രയോ വീടുകളിൽ, എത്രയോ പൊതു സ്ഥലങ്ങളിൽ ഒക്കെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികൾ പുസ്തകം മുമ്പിലില്ലാതെ മൊബൈൽ ഫോണിൽ കണ്ണുകൾ നട്ടിരിക്കുന്ന വേള കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കാൻ പാടില്ല. ടെലിവിഷനിൽ നമ്മൾ കാണുന്ന, നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം, നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഇത് ലോകം മുഴുവനും കാണുകയാണെന്ന്. ലോകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ മൊബൈൽ ഫോണിൽ ഏതൊക്കെയോ ഗെയിമുകളുടെ ലോകത്തോ മറ്റോ ആണ്. കേരള വിദ്യാഭ്യാസം, പരിവർത്തന പാഠങ്ങളും പ്രതിഫലനങ്ങളും എന്ന പുസ്തകമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ച ഡോക്ടർ ബഷീർ പി തിരൂർ നമ്മോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ സ്വാധീനമുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ അതിൽ ആകൃഷ്ടരായി, അതിൽ അവരുടെ മനസ്സും താല്പര്യവും പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഒരു വേളയിൽ അത്തരമൊരു വിദ്യാഭ്യാസ സമൂഹത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ചിന്താഗതികളും ആശയങ്ങളും ഈ പുസ്തകത്തിലുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും കേവലമായ വായന എന്നുള്ള ഒരു തലം, അല്ലെങ്കിൽ അഥവാ ഒരു പുസ്തകവായന എന്നുള്ള തലം മാത്രമല്ല ഈ ഒരു ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ കുട്ടികളെ പഠനത്തിലേക്ക്, അന്വേഷണത്തിലേക്ക്, ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെ നയിക്കാം എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും തന്നെ അധ്യാപക വിദ്യാഭ്യാസത്തിലേക്കുള്ള വഴി തുറക്കലാണ്. നമ്മുടെ കുട്ടികളുടെ ഈ അവധിക്കാലമായാലും വിദ്യാലയ കാലമായാലും ഈ നേരത്തെ പറഞ്ഞ അതേ അന്തരീക്ഷം തന്നെയാണെന്നുള്ളത്. മൊബൈലിലേക്കോ അഥവാ സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ഒരു മാസ്മരിക ലോകത്തിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഠനം, ഗവേഷണാത്മകമായിട്ടുള്ള പഠന സംസ്കാരത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു അന്തരീക്ഷത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളുടെ ഘടനയും ഒപ്പം തന്നെ നമ്മുടെ അധ്യാപനത്തിന്റെ രീതികളും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാനമായിട്ടുള്ളത്. അത് ഉള്ളടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മികച്ച വ്യക്തികളെ, മികച്ച നല്ല പഠിതാക്കളെ അധ്യാപകരായി മാറ്റിയെടുക്കുന്ന പ്രക്രിയ ആവശ്യമാണ്. കുട്ടിയേക്കാൾ പിന്നിൽ നിൽക്കുന്ന ഒരു ടീച്ചർക്ക് ഒരിക്കലും ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ അധ്യാപകർക്ക് പൂർണ്ണമായും നമ്മുടെ കുട്ടികളെ പല കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ടീച്ചറെ മാറ്റിയെടുക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ പാഠ്യപദ്ധതിയെ നവീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ
വിദ്യാലയ പ്രവർത്തനങ്ങളെ നമ്മൾ ശാസ്ത്രീയമായിട്ട് സമീപിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിദ്യാലയത്തിന്റെ അന്തരീക്ഷവും ഇന്നത്തെ വിദ്യാലയത്തിന്റെ അന്തരീക്ഷവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് പ്രകടമാകുന്നു. ചിലപ്പോൾ LCD പോലെയുള്ള ചില പുതിയ സംവിധാനങ്ങൾ, ചില ടെക്നോളജി വന്നിട്ടുണ്ടാവാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പഠന രീതിയിൽ, അധ്യാപന രീതിയിൽ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നില്ല. അപ്പൊ അതിന് ഇപ്പൊ ഡോക്ടർ മോഹൻ പി മേനോൻ ഉൾപ്പെടെയുള്ള 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് B.Ed കോഴ്സ് അധ്യാപകർക്ക് മികച്ച വിദ്യാർത്ഥികളെ അധ്യാപകരായി മാറ്റിയെടുക്കുന്നതിനുള്ള രീതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള ഒരു വലിയൊരു മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം ഒരു പ്രവണതയെ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പൊ അതിന് സാമൂഹ്യ വിദ്യാഭ്യാസം ആവശ്യമാണ്. കുട്ടികളെ മാത്രം അല്ലെങ്കിൽ വിദ്യാലയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിലെ അതിന് പരിമിതപ്പെടുന്നു. അപ്പോൾ സാമൂഹികമായിട്ട് പാരന്റൽ എഡ്യൂക്കേഷൻ അതിന്റെ ഭാഗമായിട്ട് വേണ്ടിവരും. സോഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ മാത്രമേ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റൂ. കേരളത്തിലെ നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾ നമ്മുടെ നാട്ടുംപുറങ്ങളിലുണ്ട്. ഈ ഗ്രന്ഥശാലകളെ കൂടി സജീവമാക്കി അവയെ ജനകീയ പ്രവർത്തനത്തിന്റെ വേദിയാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് കഴിയൂ. കാരണം സ്കൂളുകളിലെ മാത്രം മാറ്റങ്ങളിൽ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ഒരു മാറ്റത്തെ സമീപിക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി ആവശ്യമാണ്. ആ സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതികളാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സമഗ്രമായ മാറ്റത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിൽ ഈ പുസ്തകത്തിന് പ്രേരണയായിട്ടുള്ള സവിശേഷ വ്യക്തിത്വമായിട്ടുള്ള പി ശിവദാസൻ, അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമല്ല, അധ്യാപക പ്രവർത്തകനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, പ്രകൃതി സ്നേഹിയായിരുന്നു. അങ്ങനെയെല്ലാം ജീവിതം സ്വന്തം നാടിനും ഒപ്പം സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ടി മാറ്റിവെച്ച ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ഒരു ശാസ്ത്ര പ്രചാരകനായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ ഉടനീളമുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെയാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ അല്ലെങ്കിൽ മറ്റ് ജീവികൾ എങ്ങനെ ഉരുത്തിരിഞ്ഞ് ഈ രൂപത്തിലേക്ക് എത്തി, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, പരീക്ഷയിൽ ഉത്തരം എഴുതുന്നു, ജയിക്കുന്നു. പക്ഷേ നാം തൊട്ടു പിറകെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നു, അത് ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ തന്നെ വിവിധ മതസ്ഥാപനങ്ങൾ നടത്തുന്ന സ്കൂളുകൾ ഒരു ഭാഗത്ത് വരുന്നു, പ്രാർത്ഥനയടക്കമുള്ള കാര്യങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ഒരു ഭാഗത്ത് അത്, മറുഭാഗത്ത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിക്കുന്നു. ഈ ഒരു അടിസ്ഥാന വൈരുദ്ധ്യം മാറാത്തിടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങുന്നൊരവസ്ഥ വരില്ലേ? അത് നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ശാസ്ത്രബോധവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അധ്യാപകർ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്ന ഒരു ടീച്ചർക്ക് കിട്ടുന്ന ആദരം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇടപെടുന്ന ഒരു ടീച്ചർക്ക് സ്വയം പല കാര്യങ്ങൾ കണ്ടെത്താനും സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയുന്നതിലൂടെ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ശിവദാസ മാഷ് ഉൾപ്പെടെയുള്ള മികച്ച അധ്യാപകർ, ഏറ്റവും നല്ല സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകർ കൂടിയായിരുന്നു. ഇതൊരു മാറ്റമാണ്. ഒരു ടീച്ചറെ മാത്രമല്ല, സമൂഹത്തെ കൂടി, അതിലൂടെ വിദ്യാർത്ഥികളെ കൂടി മാറ്റിയെടുക്കാവുന്ന ഒരു മാറ്റമാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടു. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു രീതി ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും വേണ്ടത്ര നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തൊരു മേഖലയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് വൈകാരികമായിട്ട് ഒരു ടീച്ചർ കുട്ടി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന വൈകാരിക ബുദ്ധിയുടെ, ടീച്ചറുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വൈകാരിക ബുദ്ധിയുടെ വികസനത്തെ എങ്ങനെയാണ് ടീച്ചർ സഹായിക്കുന്നത് എന്നുള്ള ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഒരു ദിവസം ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് ചെന്നപ്പോ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ, ഈ അധ്യാപക വിദ്യാർത്ഥികൾ മുഴുവൻ ഇരുന്ന് കരയുന്നു. മുഴുവൻ കുട്ടികൾ കരയുന്നു. എന്താണ് മനസ്സിലായി? സ്വാഭാവികമായിട്ടും അധ്യാപക വിദ്യാർത്ഥികൾ കരയണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത രീതിയിൽ ആരെങ്കിലും അവഹേളിക്കപ്പെടാം. അപ്പൊ ടീച്ചർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു 5 മിനിറ്റിന് ശേഷം അധ്യാപിക ക്ലാസ്സിൽ ചെന്നൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത്, സർ, ശിവദാസൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞതാണ്. അപ്പൊ എന്താ ക്ലാസ്സിന്റെ പ്രത്യേകത? മടിയിൽ കിടക്കുന്ന കുഞ്ഞ് മരിച്ചതറിയാതെ ആ കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരമ്മയുടെ ചിത്രം, 2ാം ലോകമഹായുദ്ധത്തിന്റെ ഒരു ചിത്രം ക്ലാസ്സിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ഒരു ചെറിയ നരേഷനാണ് ഈ ക്ലാസ് മുറിയെ കരയിച്ചത്. ഇതാണ് ഒരു ടീച്ചറുടെ ദൗത്യം എന്ന് പറയുന്നത്.
അതെ, അത് ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേകം ഒരു QR കോഡായിട്ട് അത് നൽകിയിട്ടുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പി ശിവദാസൻ സംസാരിക്കുന്നു യുദ്ധങ്ങളുടെ മഹാവിപത്തുകളെ കുറിച്ച് എന്നുള്ള രീതിയിൽ അത് നൽകിയിട്ടുമുണ്ട്. ഈ പുസ്തകം വാങ്ങുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ആ സവിശേഷമായ ക്ലാസ് കേൾക്കുകയും ചെയ്യാം. ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ഒരു ലേഖനം കാലം ആവശ്യപ്പെടുന്ന അധ്യാപകർ എന്ന ലേഖനമാണ്. KR അശോകനാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ പക്ഷപാതരാഹിത്യം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികളിൽ മാത്രം ശ്രദ്ധയൂന്നി അധ്യാപനം നിർവഹിക്കാനുള്ള പ്രവണത പലർക്കുമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നവരാണ് അധ്യാപക സമൂഹത്തിൽ കൂടുതലുള്ളത് എന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ളതാണ്. ഇത് ഇപ്പോഴും തുടരുന്ന ഒന്നാണ്. എളുപ്പം നിർവഹിക്കാവുന്ന ഒരു അധ്യാപന പ്രക്രിയയായിട്ട് മാറണമെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവരിലേക്ക് മാത്രം കണ്ണുകൾ കൊടുക്കുക, കാത് കൊടുക്കുക, മറ്റുള്ളവരെ അവഗണിച്ച് വിടുക, ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന പിൻനിരയിലേക്ക് അവരെ തള്ളിവിടുക. ഇങ്ങനെയാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ പുസ്തകം പറയുന്നത്? ശ്രീ അശോകന്റെ ലേഖനത്തിൽ മാത്രമല്ല, പ്രൊഫസർ MA ഖാദറിന്റെ ലേഖനത്തിലും ഈ ഒരു വിഷയം, അതായത് എങ്ങനെയാണ് കുട്ടികളെ ടീച്ചർ സമീപിക്കേണ്ടത്, ഏത് കുട്ടിയുടെ കൂടെയാണ് ടീച്ചർ നടക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ആ ഒരു ദർശനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സന്ദേശം തന്നെ ആയിട്ടാണ് ഈ ടീച്ചർ ആരുടെ കൂടെയാണ് എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം ടീച്ചറുടെ ഏത് കുട്ടിയുടെ കൂടെ ടീച്ചർ സംവദിക്കുന്നു, ഏത് കുട്ടിയുടെ ക്ലാസ്സിൽ പ്രൊമോട്ട് ചെയ്യുന്നു, പരീക്ഷ അടക്കം മൂല്യനിർണ്ണയം അടക്കം ഏത് കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഏത് കുട്ടിയെ സഹായിക്കാനാണ്, കുട്ടികളെ അരിച്ചു മാറ്റി നിർത്തി ഒന്നിനും കൊള്ളാത്തവർന്നോ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെടേണ്ടവർന്നോ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു പരീക്ഷ അഥവാ മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൽ നിന്ന് മാറി ഈ കുട്ടിയെ കൂടി ഇങ്ങോട്ട് കൂട്ടാൻ, ഈ മേൽനിരയിലേക്ക് കൊണ്ടുവരാൻ എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്ന പരീക്ഷയും ടീച്ചറുമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൽ അത് സംബന്ധിച്ചുള്ള ഇതിനെതിരെയുള്ള ഒരു വാദവും നിലനിൽക്കുന്നതല്ല. പരീക്ഷയ്ക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയാലും ഇത് നിലനിൽക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഈ കുട്ടികൾ തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും അർത്ഥം കുട്ടികളെ തോൽപ്പിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ടീച്ചർ തോൽക്കുന്നു എന്നാണ്. ഈ ഒരു സന്ദേശം അവർക്കൊപ്പം കൂടി നിൽക്കുകയും തോൽവിയിൽ നിന്ന് അവരെ വിജയത്തിന്റെ പാതയിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അധ്യാപകർ അവരുടെ പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ പുസ്തകം അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ പുസ്തകം പി ശിവദാസൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പി ശിവദാസൻ ഓർമ്മ പുസ്തകം പ്രസിദ്ധീകരണ സമിതിയും മലപ്പുറം കാരാട് AV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയവും ചേർന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കേരള വിദ്യാഭ്യാസം പരിവർത്തന പാഠങ്ങളും പ്രതിഫലനങ്ങളും എന്ന ഈ പുസ്തകത്തിൻ്റെ വില 550 രൂപയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ഖണ്ഡിക സൂചിപ്പിച്ചുകൊണ്ട് ബഷീർ പി തിരൂരിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വരികൾ വായിക്കുകയാണ്. സമൂഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനെ എത്ര സൂക്ഷ്മമായി വിലയിരുത്തുന്നു എന്ന് കുട്ടികൾക്ക് വായിച്ചറിയാനുള്ള ഒരു ഉപപാഠ പുസ്തകമാണ് ഇത്. ജനകീയമായി വെട്ടിയെടുത്ത പുതിയ റോഡുകളിലൂടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് സന്ദർശകർ വാഴയൂരിലെത്തുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് കാവലാളായി നിന്ന ഒരു അധ്യാപകൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ നമ്മുടെ കുട്ടികളുടെ പഠനമുറിയിൽ, ഗ്രന്ഥശാലയിൽ ഈ ഓർമ്മ പുസ്തകം എന്നും കൂട്ടായിരിക്കട്ടെ എന്ന വാക്കുകളോടുകൂടി നന്ദി, നമസ്കാരം.